മാണി കോൺഗ്രസ് വിട്ടുവന്നാൽ റോഷി അഗസ്റ്റിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പരിഗണിക്കാം എന്നുള്ള രീതിയിലാണ് CPIയും CPMും ഇപ്പോൾ തയ്യാറാകുന്നത്. മാണി കോൺഗ്രസിനെ വെച്ച് വാഴിക്കരുത് എന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ CV വർഗീസും പ്രഖ്യാപിച്ചതോടുകൂടി മാണി കോൺഗ്രസ് അവതാളത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഇനി വേറെ വല്ല പണിയും നോക്കേണ്ടി വരും എന്ന രീതിയിലാണ്. ഇനി അധിക നാൾ രാഷ്ട്രീയത്തിൽ വാഴാൻ കഴിയില്ല, പടം മുടക്കി വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രയേറെ നാണം കെട്ട് കഴിഞ്ഞിരിക്കുന്നു. KM മാണിയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഒരന്തസത്തയും ഇല്ലാത്ത ഒരു നേതാവ് തന്നെയാണ് ജോസ് കെ മാണി എന്നും ജനങ്ങളാൽ തള്ളപ്പെട്ട വെറുക്കപ്പെട്ട നേതാവാണ് ജോസ് കെ മാണി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് സത്യം. CV വർഗീസ് മാത്രമല്ല, ഇടുക്കിയിൽ നിരവധി പേർ റോഷി അഗസ്റ്റിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. നിങ്ങൾ മാണി കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ചിലപ്പോൾ LDFിൽ നിന്നാൽ ജയിക്കാം. പക്ഷേ അതിനുള്ള ചങ്കുറപ്പ് നിങ്ങൾ കാണിക്കേണ്ടത് അനിവാര്യമാണ്. അതേസമയം UDFിലേക്ക് പോകാനാണ് റോഷി അഗസ്റ്റിന് കൂടുതൽ താല്പര്യം എന്നത് പ്രകടമായി കഴിഞ്ഞിരിക്കുകയാണ്. UDFിനാണ് ഇപ്പോൾ ഇടുക്കിയിൽ മേൽക്കൈ. ഇടുക്കിയിൽ മാത്രമല്ല, കോട്ടയം ലോക്സഭയിലും UDFിന്, അതായത് ജോസഫ് ഗ്രൂപ്പിന് തന്നെയാണ് ഏറ്റവും വലിയ മേൽക്കൈ. ആ മേൽക്കൈ അടുത്ത ത്രിതല പഞ്ചായത്തിലും കൃത്യമായി കണ്ടാൽ തീർച്ചയായും റോഷി അഗസ്റ്റിൻ UDF ക്യാമ്പിലേക്ക് പോകും. അതും ജോസഫ് ഗ്രൂപ്പിലേക്ക് തന്നെ പോകും. അതല്ലെങ്കിൽ UDFിൽ പ്രത്യേകം റോഷി വിഭാഗമായി കേരള കോൺഗ്രസ് വിഭാഗമാക്കി പിളർക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. എല്ലാവരും പറയുന്നത് പിളരാനാണ് സാധ്യത, ലയനം പിന്നീടായിരിക്കും എന്ന രീതിയിലാണ്. ഒരു വിശാല കേരള കോൺഗ്രസിന് വേണ്ടി ആക്കം കൂട്ടുകയാണ് മോൻസ് ജോസഫ്. എന്നാൽ അതിന് ഉതകാതെ തന്നെ പ്രത്യേകമായി പിളരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നത്. അനൂപ് ജേക്കബിനെ പോലെ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക പാർട്ടിയായി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ റോഷി അഗസ്റ്റിൻ തയ്യാറായാൽ തീർച്ചയായും അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകും. റോഷി അഗസ്റ്റിൻ അങ്ങനെ പാർട്ടിയെ പിളർത്തിയാൽ ജോസ് കെ മാണിക്ക് പിന്നെ ഒന്നും ബാക്കി കാണില്ല. കാരണം റോഷി അഗസ്റ്റിൻ, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും MLAമാർ റോഷി അഗസ്റ്റിൻ്റെ കൂടെ നിൽക്കും. കാരണം റോഷി അഗസ്റ്റിനാണ് ഔദ്യോഗികമായി കൂടുതൽ ശക്തി. അതിനെ തകർക്കാനോ പിളർക്കാനുള്ള രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും തന്നെ ജോസ് കെ മാണിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാസ്തവത്തിൽ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വിലയുമില്ലാത്ത നേതാവാണ് ജോസ് കെ മാണി. കേരള രാഷ്ട്രീയത്തിൽ ഇനി നിയമസഭയിലേക്ക് ഒരു സീറ്റിൽ നിന്നാൽ പോലും ജയിക്കില്ല എന്ന് ഉറപ്പാണ് എന്ന് ചുമ്മാതല്ല, അണികൾ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി വളരെ വൈകാതെ തന്നെ റോഷി അഗസ്റ്റിൻ സ്വന്തം പാർട്ടി രൂപീകരിച്ച് UDFിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ആരംഭിക്കും. പിണറായി വിജയൻ്റെ ഭരണവുമായി മുന്നോട്ട് പോകാൻ, അതല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചാൽ സ്വന്തം മണ്ഡലം വരെ കൈവിട്ടു പോകുമെന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരു നേതാവ് തന്നെയാണ് റോഷി അഗസ്റ്റിൻ.